കുറച്ചധികം പ്രതീക്ഷകളോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ 6ന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇപ്പോൾ കണ്ടത്. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വേറൊരു മൂഡിലായിരുന്നല്ലോ. ഈ ബിഗ് ബോസിന്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. എന്നാലും ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങനെ കണ്ണും പൂട്ടി പറയുകയാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു സീസണല്ലേ കണ്ടിട്ടുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പം എനിക്ക് അവിടെ ഇവിടെയൊക്കെ കാര്യമായിട്ടുള്ള ഡൗട്ടുകൾ ഫീൽ ചെയ്തു. എന്തോ ഒരു കുറവുണ്ട്. എന്നാൽ എക്സ്ട്രാ കുറേ ഇൻപുട്ട് ബിഗ് ബോസിന്റെ ടീം ഇട്ടിട്ടുണ്ട്. അവരാദ്യം തന്നെ കഴിഞ്ഞ തവണത്തെ പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗെയിം ലാലേട്ടൻ അടക്കം ആദ്യം തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. എപ്പിസോഡിൽ ആദ്യം തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയത് 4 റൂമുകളാണ്. അതിൽ ഒരെണ്ണം പവർ റൂം ഒറ്റയ്ക്ക് അടിച്ചെടുക്കണം എന്നുള്ള ചിന്തയോടെ ജാസ്മിൻ ജാഫറൊക്കെ അവസാനം ഇരിക്കുന്നുണ്ടല്ലേ. ജാസ്മിനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. ജാസ്മിൻ്റെ കഥ വേറെ രസകരമായിട്ടുള്ള കഥയാണ്, അതിലേക്ക് വരാം. ഓരോ കണ്ടസ്റ്റൻസിനെയും ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തത് ജനസമ്മതനായിട്ടുള്ള ജനകീയനായിട്ടുള്ള കുറച്ചെങ്കിലും കുറേയധികം ആളുകൾക്കെങ്കിലും ഹീറോ ആയിട്ടുള്ള ഒരാളുടെ കുറവ് ഉണ്ട്. കഴിഞ്ഞ തവണ അഖിൽ മാരാർ വന്ന സമയത്ത് പുറത്ത് അത്യാവശ്യം നല്ല കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കി തമ്മിൽ തല്ലി അടിപൊളിയായിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് ഒരു ഹീറോ പരിവേഷം പുള്ളിയിലുണ്ട്. ഈ തവണ വന്ന എല്ലാ ആളുകളും എസ്പെഷ്യലി ഇതിനകത്തെ മെയിൽ പാർട്ടിസിപ്പൻസ് എല്ലാവരും കോമണേഴ്സ് എന്ന് നമുക്ക് തോന്നുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ഹീറോ പരിവേഷം ആക്കി എടുക്കേണ്ട ആളുകളാണ്. അതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിം ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പിസോഡിന്റെ അവസാനം നാളത്തെ പ്രൊമോയിൽ ഒരു ടാസ്ക് നമ്മൾ കേട്ടില്ലേ, നാളത്തെ ഗെയിമിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിലെ ഹീറോയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഗെയിം. ഒന്ന് ആലോചിച്ച് നോക്കുക. പുറത്തുനിന്ന് കുറേ പരിവാരങ്ങളുമായിട്ട് വരുന്ന സ്ഥിരം ഹീറോ പരിവേഷങ്ങൾക്ക് വിരുദ്ധമായിട്ട് നാളെ ഒരു ഹീറോ ജനിക്കുകയാണ്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും. അങ്ങനെ തന്നെ തുടക്കത്തിൽ ഗെയിം അങ്ങനെ പ്ലാൻ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതേപോലെ ലാലേട്ടൻ ഓരോ കണ്ടസ്റ്റൻസിനെയും അകത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ കിടക്കാനുള്ള സ്ഥലം, തലേണ പോലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ആ ഒരു ഗെയിമിന്റെ മൂഡ് നൽകുന്നുണ്ട്. കഴിഞ്ഞ തവണ എൻ്റെ ഓർമ്മ ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല, കണ്ടസ്റ്റൻസ് ഹൗസിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കുറെ പ്ലാൻ ചെയ്യുകയാണ്. അവർ തന്നെ ബിഗ് ബോസ് ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് സ്പ്ലിറ്റായി ഓരോ ഡ്യൂട്ടിയൊക്കെ എടുക്കുന്ന ഒരു പരിപാടി. ഇത്തവണ അങ്ങനെയൊന്നുമല്ല. കറക്റ്റായിട്ട് ഇവരുടെ കൈകടത്തലുണ്ട്. തുടക്കം മുതൽ തന്നെ പിടിച്ച് വിടുകയാണ്. ആദ്യം തന്നെ ഇപ്പോൾ നമ്മുടെ കോമണേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള 2 ആളുകൾ അവർ വേറൊരു റൂമിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ഗെയിം സ്റ്റാർട്ടായി, അവിടെ ഒരു ടീം സ്റ്റാർട്ടായി. അതേപോലെ 4 റൂമുകൾ, അതിലൊന്നിൽ പവർ റൂം എന്നൊക്കെ പറയുമ്പോൾ ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിലവിലത്തെ സാഹചര്യത്തിലുള്ളത്. അതേപോലെ കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഒന്നിനൊന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഋഷി വരുന്നുണ്ട്, മുടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഋഷി വരുന്നുണ്ട്. ഋഷിക്ക് ഒരു ഹീറോ പരിവേഷമല്ല, സാഗറിനെ പോലെയുള്ള ഒരു ഹീറോ പരിവേഷമല്ല ഉള്ളത്. അദ്ദേഹത്തിന്റെ ടാലന്റ്, ഉപ്പും മുളകിലെ ആ ഒരു റോള്, അതിലാണ് ആളുകൾ കൂടുതലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ സാഗറായിട്ട് തന്നെയാണ് പലപ്പോഴും ഓഡിയൻസിനോട് കണക്ട് ആയത്. ഇതൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ. ഇനി പ്രോപ്പർ ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗെയിമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ള ഒരു തുടക്കമായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ലാലേട്ടൻ എടുത്തു പറയണമല്ലോ, എൻ്റെ പൊന്നു, തുടക്കത്തിലൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ട് കൊതിയായി. എന്ത് ലുക്കാണ്, കോസ്റ്റ്യൂമൊക്കെ ഒരു രക്ഷയില്ല, ഭയങ്കര എനർജറ്റിക്. നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പലപ്പോഴും ആഗ്രഹിക്കുന്ന, റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ പല സിനിമകളിലും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ചാമൊക്കെ അങ്ങ് വാരി വിതറുകയാണ്. ഓരോ ഫ്രെയിം ഗംഭീരം, അടിപൊളി ആറ്റിറ്റ്യൂഡ്, തമാശകളൊക്കെ കുറിക്കൊള്ളുന്ന തമാശകൾ, നല്ല സൂപ്പറായിട്ടുള്ള ഡെലിവറി, അടിപൊളിയായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാലേട്ടൻ പോർഷൻ കണ്ടുകൊണ്ടിരിക്കാം, അയാളെ മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എപ്പിസോഡായിരുന്നു തുടക്കത്തിൽ. പിന്നെ റൂമിനെ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 4 റൂമുകൾ, അതിലൊന്ന് പവർ റൂം, ബാക്കി നെസ്റ്റ്, ടണല്, ടെന്റ് എന്ന പേരുള്ള റൂമുകൾ. പവർ റൂമിനെ കുറിച്ചിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട്. ഈ പവർ റൂമിൽ കിടക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പവറുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ അവർക്ക് ജയിൽ നോമിനേഷൻ പോലുള്ള കാര്യങ്ങളിൽ പവർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വീടിൻ്റെ മേൽനോട്ടം പോലുള്ള കാര്യങ്ങളിൽ, കുക്കിംഗ് പോലുള്ള കാര്യങ്ങളിൽ പവർ ഉണ്ടായിരിക്കും. അവർക്ക് കൂടുതൽ ഡിസിഷൻ പവർ ഉണ്ടായിരിക്കും. അവർക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ടും കുറച്ച് സാധ്യതയുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു റൂം ശരിക്കും ഒരു കൊട്ടാര സദൃശ്യമായിട്ടാണ് പണിതിരിക്കുന്നത്. ഒരു രാജാപ്പാട്ട് സെറ്റപ്പാണ് അവിടെ മൊത്തം നടക്കുന്നത്. രാജാപ്പാട്ടിന് യോജിക്കുന്ന കുറേയധികം കണ്ടസ്റ്റൻസ് ഉണ്ട് കേട്ടോ, ഭയങ്കര വിറ്റാണ്. അതിലേക്ക് വരാം. ടോട്ടൽ വീടിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര സെറ്റപ്പ്, കൊട്ടാര സദൃശ്യമായിട്ടുള്ള സെറ്റപ്പ്, അമ്മാതിരി ലൈറ്റിങ്. എങ്ങനെ കിടന്നുറങ്ങും എന്നുള്ളത് എനിക്കറിയില്ല. അമ്മാതിരി ലൈറ്റിങ്, ഫുൾ പോസിറ്റീവ് പ്ലസന്റ് മൂഡാണ്. കഴിഞ്ഞ തവണത്തേത് കുറച്ചൊരു ദാരിദ്ര്യ സെറ്റപ്പ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യും. എന്നാൽ കഴിഞ്ഞ തവണ ഒത്തിരിയധികം പ്ലാനിങ് ഒക്കെ ഇട്ടിട്ട് പണിതാണ് എന്ന് കാണുന്ന സമയത്ത് അറിയാം. ഈ തവണ ഭയങ്കര ഗ്രാൻഡാണ്. ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അറബികളുടെ കൊട്ടാരം പോലെയുള്ള ഡിസൈനൊക്കെയാണ്. ഫുള്ള് മറ്റേ
അടിപൊളി. അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്കുള്ള കോസ്റ്റ്യൂംസും കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കണ്ടസ്റ്റൻസ് അവർക്ക് കൊടുത്ത ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നപ്പോഴത്തേന് ഭയങ്കര രസമായിരുന്നു. പക്ഷേ ജിൻഡോയുടെ കോസ്റ്റ്യൂം അത് ഒരു രസം ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് എന്തോ പറ്റിയില്ല. അതിൻ്റെ കളറോ മൊത്തത്തിൽ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. കോമണേഴ്സിനെ കഴിഞ്ഞ ദിവസം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമൊക്കെ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. അവർ കോമണേഴ്സ് അല്ല, അവർക്ക് 4000 ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ഇവിടെ ഇപ്പം ആരാണ് കോമണേഴ്സ്? എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിവുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓക്കെ, അപ്പം കോമണേഴ്സായിട്ട് റസ്മിൻ ബായി PT ടീച്ചറാണ്. അതേപോലെ തന്നെ നിഷാന ബൈക്ക് റൈഡറാണ്. അവർക്കൊരു റൈഡിങ് കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ രണ്ടുപേരെയും ആദ്യം തന്നെ ഒരു റൂമിലേക്ക് മാറ്റി ഇവർക്ക് ആ ഒരു റൂമിൽ ഒരു സ്പേസ് കൊടുത്ത് വരുന്ന കണ്ടസ്റ്റൻസിനെ അവിടെ ഇരുന്ന് കണ്ടാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തു. അതിനകത്ത് ഒരു രസമുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഒരു ടീമായി. നോർമലി കോമണേഴ്സ് ഒരു ടീം ആവേണ്ടതാണ്, എന്നാൽ ആദ്യം തന്നെ പർപ്പസ്ഫുള്ളി അവരൊരു ടീമാക്കി അവരവിടെ വെച്ച് സെറ്റായി. അവർ ഇത്രയധികം സമയമെടുത്ത് അവിടെ വെച്ച് സെറ്റ് ആയതുകൊണ്ട് നാളെ അവരുടെ കുറച്ച് നാളത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ടീം വർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ചുമ്മാ ബിഡലാണ് കേട്ടോ, തോന്നലുകളാണ്, എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. പക്ഷെ എന്ത് വേണേലും പറയാമല്ലോ, ഗെയിം അല്ലേ. ഈ ഒരു പരിപാടിക്ക് ശേഷമാണ് കണ്ടസ്റ്റൻസിനെ സ്റ്റേജിലേക്ക് വിളിച്ചത്. ആദ്യം എത്തിയത് അൻസിബയാണ്. അൻസിബയൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയായിരുന്നു. പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾക്കറിയാവുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. നമുക്കറിയത്തില്ലാത്ത, നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിൽ കാണാത്ത ഒരാളും ഇതിനകത്തേക്ക് വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. വന്ന ഒരു ചെങ്ങായി, മറ്റേ ദ്വന്ദ്വ വ്യക്തിത്വമുള്ള ഒരു ചെങ്ങായി ഉണ്ടല്ലോ, 2 കാലിൽ 2 പാൻറ് ഇട്ടിട്ട് വന്നിട്ടുള്ള ഒരു മച്ചാൻ, ആ മച്ചാൻ മാത്രമാണ് എനിക്ക് അറിയാത്തൊരു മച്ചാൻ. ബാക്കിയെല്ലാം ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഏതൊരു വീഡിയോ കണ്ടപ്പം അതിനകത്തെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. അൻസിബ നമ്മുടെ സ്ഥിരം ഫോർമാറ്റിലുള്ള ദുബായ് മലയാളിയാണ്. അതിനുശേഷം ജിൻഡോ ബോഡി ക്രാഫ്റ്റ് വന്നു. ജിൻഡോയുടെ കോസ്റ്റ്യൂമാണ് ഞാൻ പറഞ്ഞത്. ജിൻഡോ ഒരു മസലനാണ്. നമ്മുടെ വിഷ്ണു ജോഷി ഉണ്ടല്ലോ, കഴിഞ്ഞ തവണത്തെ വിഷ്ണു ജോഷിയുടെ കുടുംബ പശ്ചാത്തലത്തോടൊക്കെ യോജിക്കുന്ന ഒരു പശ്ചാത്തലമുള്ള ഒരു മസലണ്ണനാണ് ജിൻഡോ ഇച്ചിരി ഒരു ഇൻട്രോവേർട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. ജിൻഡോ അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാൻ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത് വന്നത് യമുന റാണി വരുമെന്നുള്ളത് കഴിഞ്ഞ ദിവസം രേവതിയുടെ ചാനലിൽ പുള്ളിക്കാർ ഇപ്പോഴും പറയുന്നത് കേട്ടിരുന്നു. യമുന റാണി വന്നു, സീരിയൽ ആക്ട്രസ് ആണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വലിയൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പം വന്ന ആളുകളൊക്കെ അവരുടെ പ്രൊഫൈൽ പറയുന്ന സമയത്ത് കഷ്ടപ്പാടിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ കഥകൾ പറയുന്നുണ്ട്. അത് വേണം, അതുണ്ടെങ്കിലേ നമ്മുടെ സീരിയൽ ഓഡിയൻസിനെ കൂടെ ചേർത്ത് നിർത്തുന്ന തരത്തിലേക്ക് ആവത്തുള്ളൂ. ഇതൊക്കെയല്ലേ മനുഷ്യന്മാരല്ലേ. പിന്നീട് വന്നത് ഋഷിയാണ്. ഋഷി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഋഷി അകത്തേക്ക് പോകുന്ന സമയത്തും കിടിലൻ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് നമുക്കറിയാം. ഋഷി അകത്തേക്ക് പോകുന്ന സമയത്തും ലാലേട്ടൻ ഓർമ്മിക്കുകയുണ്ടായി നല്ല സ്ഥലമൊക്കെ നോക്കി എടുക്കണമെന്നുള്ളത്. പിന്നീട് വന്നത് ജാസ്മിൻ ജാഫറാണ്. ജാസ്മിൻ ജാഫർ ടോക്സിക് പേരൻറ്റിങ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഡിപ്രഷൻ, ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എവിടെ സംസാരിച്ചിട്ടുണ്ട്? ജാസ്മിൻ്റെ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട്, അത് മറ്റേതോ ക്രീമിൻ്റെ കോൺട്രവേഴ്സി കഴിഞ്ഞപ്പം ജാസ്മിൻ ആകെ മൂഡ് പോയിട്ട് ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ ജാസ്മിൻ അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഓർത്ത് വേറെ ആരുടെങ്കിലും പ്രൊഫൈലാണോ പറയുന്നുള്ളത്. അതേപോലെ ജാസ്മിനെ കുറിച്ചിട്ട് പറഞ്ഞതിനകത്ത് ഉള്ള ഒരു കാര്യം കാക്ക എന്നുള്ള വിളിയാണ്. കാക്ക എന്ന് പറയുന്നൊരു വിളി, എന്നെ ജീവിതത്തിൽ ഒരാൾ മാത്രമേ കാക്ക എന്ന് വിളിച്ചിട്ടുള്ളൂ, അത് ജാസ്മിനാണ്. ഒരു ദിവസം എന്തോ ഒരു കോൺട്രവേഴ്സി, എന്തൊരു മറ്റേ ക്രീമിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേന് ജാസ്മിൻ വിളിച്ചിട്ട് കാക്ക, ഞാൻ ആരാണത്? അത് കറക്റ്റാണ്. പക്ഷെ ടോക്സിക് പേരന്റിങ്, ഡിപ്രഷൻ, ഈ പറയുന്ന ക്ലാസ് ജാസ്മിൻ എപ്പോഴാണ് എടുത്തെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ജാസ്മിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു കണ്ടസ്റ്റൻസിനകത്ത് നമുക്കറിയാവുന്ന, നമ്മൾ പ്രതീക്ഷിച്ച എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് തരുമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമുക്കറിയാവുന്നതിൽ വെച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ കുറിച്ചിട്ട് നമുക്കറിയില്ല. അവർ ഗംഭീരമായിട്ടുള്ള ഔട്ട്പുട്ടുകൾ ഇട്ടേക്കാം. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ജാസ്മിൻ അവസാനം കണ്ടില്ലേ, പവർ റൂം എനിക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ജാസ്മിൻ ജാഫർ. പിന്നെ സിജോ ടോക്സ് ഭയങ്കര രസമാണ്. സിജോ ടോക്സിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇടയ്ക്ക് സജഷൻ വരാറുണ്ട്. സിജോ ടോക്സ് മറ്റേ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സാധനമൊക്കെയാണ് അടിക്കുന്നത്. ഇപ്പോൾ സിജോ അകത്തായതുകൊണ്ട് നമുക്ക് പറയാമല്ലോ. സിജോയുടെ ക്രൈം സ്റ്റോറീസ് ആകുമ്പോൾ അത് ടിപ്പിക്കൽ സാധനമാണ്. മറ്റേ അനിയൻ്റെ ഭാര്യയോട് ഏട്ടൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതേപോലെ തന്നെ അങ്ങനെ കുറേ സാധനമുണ്ട്. എനിക്ക് ആ പറയുന്ന സാധനം തീരെ പറ്റില്ല. അപ്പോൾ സിജോ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ബിഗ് ബോസിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ ഇൻ്റർവ്യൂവിനകത്തെ ആ ഒരു പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് അങ്ങടേക്ക് എടുക്കുന്നത്. അല്ലാതെ ഇവരൊന്നും വലിയ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സോ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല. സിജോ ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു ആവറേജ് എന്നെയൊക്കെ പോലുള്ള ഒരു യൂട്യൂബറാണ്. അതേപോലെ തന്നെ കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് പൊക്കി പറയാൻ പറ്റുന്ന വലിയ കണ്ടന്റ് ഒന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. മറ്റേ ലൈംഗികത എന്നുള്ള തമ്പനിയിൽ ഇട്ടിട്ടുള്ള സാധനം മാത്രമേ ഉള്ളൂ സിജോയുടെ. അത് സിജോയുടെ പ്രൊഫൈൽ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നീട് വന്നത് ശ്രീതു ആണ്. ശ്രീതു അമ്മ അറിയാതെ എന്ന സീരിയലിലെ ശ്രീതു പോസിറ്റീവ് ക്യാരക്ടർ ആയിരുന്നല്ലോ അല്ലേ. പണ്ടും കണ്ട ഏതോ ഒരു റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ആ ഒരു സീരിയലിനെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു.
ശ്രീതും അവസാനം പവർ റൂം എനിക്ക് തന്നെ എന്ന് പറഞ്ഞ് ഫേസിലിട്ട ആളാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഗെയിം പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ശ്രീതു ഉണ്ട്. ശ്രീതും ഒരു പക്കയാണ് കേട്ടോ, പക്ക ഫിറ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ തവണ വന്ന സ്ത്രീകളെയൊക്കെ ശ്രദ്ധിച്ചില്ലേ, അവർ കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ബാക്കിയുള്ള മച്ചാന്മാരൊക്കെ ഭയങ്കര കൂൾ വൈബ് മച്ചാന്മാരൊക്കെയാണ്. അതിലേക്ക് വരാം. പിന്നെ വന്നത് ജാൻമണിയാണ്. ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ട്രാൻസ്ജെൻഡർ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടി ഉള്ളൊരു കണ്ടസ്റ്റൻസ് വരാറുണ്ട്. ജാൻമണിക്ക് മലയാളം അത്ര വശമില്ല എന്നെനിക്ക് തോന്നുന്നു. മലയാളം അത്ര വശമില്ലാത്തത് കൊണ്ടും ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടും ഒക്കെ ആളുകൾ അവരെ ആക്രമിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരു നൈസ് പ്രൊഫൈലുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ കുറേ കാലങ്ങൾക്ക് മുൻപ് അവരെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. അവരുടെ പ്രൊഫൈല്, അവരുടെ എഫേർട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അവർ ആ ഒരു ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ആളാണ്. പിന്നെ വന്നത് രതീഷ് കുമാറാണ്. രതീഷ് കുമാറാണ് കഴിഞ്ഞ ദിവസം മറ്റേ പ്രൊമോയ്ക്കകത്ത് വന്ന് വെറുപ്പിച്ചിട്ട് പോയ മച്ചാൻ. രതീഷ് വിറ്റാണ്. രതീഷ് വരും ദിവസങ്ങളിൽ കുറേ വിറ്റൊക്കെ ഇറക്കാൻ സാധ്യതയുള്ള ഒരു മച്ചാനാണ്. രതീഷ് അമ്മയുടെ അരുമ മകനാണ്, വീട്ടിലെ പെറ്റാണ്. രതീഷ് ഭയങ്കര കലിപ്പനാണ് എന്നൊക്കെ ഉള്ളതാണ് അമ്മ പറഞ്ഞത്. ചോറ് വാരി കൊടുക്കുമ്പോൾ കയ്യിൽ കടിക്കും അത്രേ, അങ്ങനെയൊക്കെ ഉള്ളൊരു മൂഡിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. രതീഷ് നൈസാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അയാൾ അതിനകത്ത് ഇന്നാവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അയാൾ ബാക്കിയുള്ള ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് വേണ്ടതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കളി വേറെ റേഞ്ചിലേക്ക് മാറും. ഇനി അടുത്തത് റോക്കി അസി. അതാണ് ദ്വന്ദ്വ വ്യക്തിത്വമുള്ള മച്ചാൻ. റോക്കി അസി ഭയങ്കര രസമാണ്. ദ്വന്ദ്വ വ്യക്തിത്വം തെളിയിക്കാൻ വേണ്ടി ആയിരിക്കാം അദ്ദേഹം 2 കാലിലും 2 പാൻറ്റിട്ടാണ് വന്നത്. റോക്കി അസി ഭയങ്കര രസമാണ്. ടാറ്റു ആർട്ടിസ്റ്റാണ്. അതേപോലെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, സ്വന്തമായിട്ടൊരു സിംഹാസനമൊക്കെ ഉള്ള ഒരാളാണ്. വീട്ടിൽ ഇരിക്കുന്നുണ്ടല്ലേ സിംഹാസനം, അമ്മാതിരി വൈബുള്ളൊരു മത്സരമാണ്. ആ ഒരു വൈബ് ബിഗ് ബോസിൽ വരുമ്പോൾ അങ്ങനെയല്ലല്ലോ. നമുക്ക് ഫ്രീഡം അത്ര ഇല്ല. നമ്മുടെ ആ ഒരു ട്രൂ പേഴ്സണാലിറ്റി കാണിക്കാനായിട്ടുള്ള ഫ്രീഡം ഇല്ല. ഗെയിം മാറിപ്പോയില്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് കാത്തിരിക്കാം. പിന്നെ ഉള്ളത് ശ്രീരേഖയാണ്. ശ്രീരേഖ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. വെയിൽ എന്ന സിനിമ കണ്ട സമയത്ത് എനിക്ക് പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഒരു അമ്മ കഥാപാത്രമായിരുന്നു. അപ്പോൾ ആ വെയിൽ സിനിമ കണ്ട സമയത്ത് തന്നെ എനിക്ക് തോന്നി ഈ ഒരു ക്യാരക്ടർ പെർഫോമൻസ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ റിവ്യൂ എല്ലാം അത് എടുത്ത് പറഞ്ഞു. അപ്പോൾ ശ്രീരേഖ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ആ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഗംഭീര ആർട്ടിസ്റ്റാണ്. ഒത്തിരിയധികം കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഉള്ളത് അപ്സര. സാന്ത്വനം സീരിയലിലെ അപ്സരയാണ്. എനിക്ക് അത്ര അറിയില്ല, സീരിയൽ ആക്ടേഴ്സ് നമുക്ക് അത്ര അറിയില്ലല്ലോ. അപ്പം പക്ഷേ അവരുടെ ഒരു പ്രാതിനിധ്യം എല്ലാ തവണയും ഉള്ളതാണ്. ഗബ്രി ജോസ് സിവിൽ എഞ്ചിനീയറാണ്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗബ്രിയം ഇൻസ്റ്റഗ്രാമിൽ കൂടെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമുക്ക് അറിയേണ്ട വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്ന ഒരാളാണ്. വന്ന് ഞെട്ടിച്ചൊന്നുമില്ല, പ്രൊഫൈല് പറഞ്ഞു ഓക്കെ കഴിവുള്ള ഒരാളാണ് നമുക്ക് മനസ്സിലായി. നമ്മുടെ റോക്കി അസി, കുറേ ദിവസത്തിന് പേര് നോക്കണം. റോക്കി അസി പോലുള്ള ഒരു വൈബുള്ള മെസ്സാനല്ല. ഇനി നോറ മുസ്കാൻ ഇത്തിരി കഷ്ടപ്പാട്, എല്ലാവർക്കും കഷ്ടപ്പാടൊക്കെ ഉണ്ട്. കഷ്ടപ്പാടൊക്കെ ഉള്ള സ്ട്രീമറായിട്ടുള്ള യൂട്യൂബറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം യൂട്യൂബ് ചാനലൊക്കെ സെർച്ച് ചെയ്തിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്നാണ് കേൾക്കുന്നത്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാം. അർജുൻ ശ്യാം കോട്ടയംകാരനാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് പോയി. മിടുക്കനാണ്. ഹീറോ അദ്ദേഹം ആകുമോ എന്നുള്ളത് കണ്ടറിയാം. ഹീറോയ്ക്ക് വേണ്ട ഔട്ട്ലുക്കൊക്കെ ഉണ്ട്. നമുക്ക് എപ്പോഴും ഒരു മെയിൽ ഹീറോ വേണം ബിഗ് ബോസിൽ. അത് ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലേക്ക് ആര് വരും എന്നുള്ളതാണ്. സിജോ വരുമോ? കുറേയധികം ആളുകൾ സിജോ കപ്പെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സിജോയിൽ എന്താണ് അവർ കാണുന്നുള്ള അറിയില്ല. വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പണ്ട് എനിക്കൊരു തോന്നൽ തോന്നിയ സമയത്താണ്, ഈ റോബിൻ്റെ കേസിലൊക്കെ തോന്നൽ തോന്നിയ സമയത്താണ് ഞാൻ ഈ ബിഗ് ബോസ് സീസൺ 5 ഒക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായി ഓഡിയൻസിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അവർക്കൊരു ഹീറോ ആണ്. ഇത് കാണുന്ന സമയത്ത് ഞാൻ അടക്കമുള്ള ആളുകളും ആ ഒരു സംഭവം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മനുഷ്യ സഹജമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തതായി വന്നത് സുരേഷ് മേനോനാണ്. മച്ചാനെ കണ്ടപ്പോൾ മനസ്സിലായില്ല, മറ്റേ ഭ്രമരത്തിനകത്ത് അതിനകത്ത് ആ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ മച്ചാൻ വന്നതുകൊണ്ട് വേറൊരു കാര്യം എൻ്റെ മൈൻഡിലേക്ക് വന്നു. ലാലേട്ടൻ്റെ പെർഫോമൻസ് ഭ്രമരത്തിനകത്ത് യജാതി പെർഫോമൻസാണ്, ഒരു രക്ഷയില്ല. അതിങ്ങനെ മൈൻഡിൽ വന്നിട്ടേ ഞാൻ മറ്റേ ജീപ്പിലൊക്കെ ഇയാൾ പോകുന്ന ആ ഒരു സാധനം ഈ ബിഗ് ബോസ് കണ്ട സമയത്ത് ഞാൻ സുരേഷ് മേനോൻ്റെ മറ്റേ മിമിക്രി പരിപാടിയൊക്കെ ഞാൻ വിട്ട് ഞാൻ ഭ്രമരം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീപ്പിലൊക്കെ പോകുന്ന ഒരു സാധനമുണ്ട്, അവസാനം നിഗൂഢമായിട്ടുള്ള ഒരു സീക്വൻസാണ് ഭ്രമരത്തിൻ്റെ അവസാനം. അദ്ദേഹം പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട് ലാലേട്ടൻ. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ സ്പെഷ്യലാണ് കേട്ടോ. പിന്നീട് വന്നത് ശരണ്യ ആനന്ദാണ്. വരും ദിവസങ്ങളിൽ ഞാനൊക്കെ പരിചയപ്പെടേണ്ട ആൾക്കാരാണ്. കാരണം സീരിയൽ ആക്ട്രസ് ആണല്ലോ. അപ്പോൾ എനിക്ക് അത്ര ഒരു ഐഡിയ ഇല്ല, ആരെയും വലിയ ഐഡിയ ഒന്നുമില്ല. ഞാനിങ്ങനെ കഴിഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി മനസ്സിലാക്കിയ ആൾക്കാരൊക്കെയാണ്. നമ്മൾ പ്രതീക്ഷിച്ച കുറേയധികം ആൾക്കാർ വന്നില്ല. ബിഗ് ബോസ് അല്ലേ, നമ്മൾ പ്രതീക്ഷ പോലെയൊന്നും വരില്ല. പ്രതീക്ഷിച്ച ആൾക്കാർ വന്നായിരുന്നെങ്കിൽ അടിപൊളി ആയനെന്നൊക്കെ നമുക്ക് തോന്നലുണ്ടായിരിക്കും. കാര്യമൊന്നുമില്ല, നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാർ വന്നിട്ട് നിരാശ സമ്മാനിച്ച് പോയിട്ടുണ്ട്. അതൊന്നും ഇനി നോക്കണ്ട. എനിക്ക് തോന്നുന്നു അതല്ല അതിൻ്റെ രീതി. ഇതൊരു ഗെയിം ഷോ ആണല്ലോ. അപ്പം
പല ആൾക്കാർ വരട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ വന്ന് അവരുടെ ഹീറോയിസം, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഹീറോയിസം കാണിച്ചിട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പ്രതീക്ഷിക്കാത്ത ഗെയിമുകൾ വരട്ടെ. അതേപോലെ ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ ആൾക്കാർ പോവുകയും വരികയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഇത് കൊള്ളാൻ പരിപാടി. ഈ ഗെയിമൊക്കെ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് ബിഗ് ബോസിനോട് അഭിപ്രായങ്ങൾ പറയാനും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുമുള്ള അവസരം ചങ്ങമ്പുഴ പാർക്കിൽ റെഡിയാക്കിയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അതൊക്കെ വേണ്ടതാണ്. കഴിഞ്ഞ ഓണത്തെ അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നത്തെ സീസൺസ് കണ്ടിട്ടില്ല, കഴിഞ്ഞ ഓണത്തെ കണ്ടിട്ടുള്ളൂ. കുറേയധികം ആളുകൾ അപാകതകൾ പറയുന്നുണ്ട്. ബിഗ് ബോസിന്റെ ഗെയിം പ്ലാനിൽ കുറച്ചും കൂടെ വേണമായിരുന്നു എന്നൊക്കെ ആളുകൾക്ക് അഭിപ്രായമുണ്ട്. അവസാനം ആയപ്പോഴത്തേന് കയറ്റാൻ നോക്കി പറ്റിയില്ല. അതും പറഞ്ഞിട്ട് മറ്റേ ഫിറോസും അഖിൽ മാരാറൊക്കെ തമ്മിലടിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു സീസൺ വരുമ്പോഴത്തേന് കംപ്ലീറ്റ്ലി മാറ്റി പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം കൊള്ളാം, മൊത്തത്തിലൊന്ന് മാറ്റി പിടിക്കാം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? റിനോഷിൻ്റെ ഒരു പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ ആഗ്രഹിച്ചു പോയി. റിനോഷ് പാതി വഴി പോയ ഒരു മച്ചാനാണല്ലോ. അയാൾക്ക് എന്തെങ്കിലും ഒരു അവസരം കൊടുത്ത് സൈഡിൽ വല്ല എന്തെങ്കിലും റോൾ കൊടുക്കുമായിരുന്നെങ്കിൽ നൈസായിരുന്നു എന്ന് വിചാരിച്ചു. കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനോ പിള്ളേർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ. അപ്പം റിനോഷ് പാട്ടൊക്കെ പാടിപ്പോയി. എന്നാലും റിനോഷിനെ റെസ്പെക്റ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ അങ്ങനെയാണ്. ടോട്ടൽ 19 കണ്ടസ്റ്റൻസ് ആണ്. നാളെ മോർണിംഗ് ടാസ്ക് തൊട്ട് ഇരിക്കാം, കാണാൻ കാത്തിരിക്കുന്നു. ജാസ്മിൻ അവിടെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടറിയാം, നമുക്ക് പ്രതീക്ഷയുണ്ടല്ലോ. നമുക്ക് എല്ലാ തവണ എങ്ങനെയാണല്ലോ, ഭയങ്കര പ്രതീക്ഷയാണല്ലോ. അവസാനത്തെ എപ്പിസോഡിൻ്റെ തലേന്ന് വരെ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് എന്നും പ്രതീക്ഷയാണെന്നുള്ളത്. ശരിയാണ്, എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. ഇത്തവണ ഞാനൊന്ന് മാറ്റിപ്പിടിച്ച് കണ്ടു നോക്കാം. വീഡിയോ കാണുന്ന സാധിക്കുന്ന ആളുകളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ്, ഒരു വാക്കൊന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നോട്ടിഫിക്കേഷൻസ് പകുതി ആളുകൾക്കും പോകുന്നില്ല. എല്ലാവരും സെർച്ച് ചെയ്തിട്ടാണ് കാണുന്നത് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. എൻ്റെ പ്രശ്നമാണ്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത ബിഗ് ബോസ് വന്നപ്പോഴത്തേന് തിരിച്ച് യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊന്നും ഇവിടുത്തെ രീതിയല്ല. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.